ഡോപ്പമിൻ. ഈ വാക്ക് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. പക്ഷെ എല്ലാവർക്കും അറിയാവുന്നത് ഇത് നെഗറ്റീവായിട്ട് മാത്രമാണ്. എങ്ങനെ ഈ അഡിക്ഷൻസും മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം നമുക്ക് പോസിറ്റീവായിട്ടും കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. എങ്ങനെയാണെന്നല്ലേ? അസ്സലാമു അലൈക്കും. ഞാൻ ആദിൽ. ആൻഡ് ദിസ് ചാപ്റ്റർ 8 ഓഫ് ആറ്റോമിക് ഹാബിറ്റ്സ് വിച്ച് ഇസ് ഹൗ ടു മേക്ക് യുവർ ഹാബിറ്റ്സ് ഇറസിസ്റ്റബിൾ. സത്യം പറഞ്ഞാലേ നിങ്ങളല്ല നിങ്ങളുടെ ഡിസിപ്ലിൻ ഇല്ലായ്മയുടെ പ്രശ്നം, നിങ്ങളുടെ ബ്രെയിനാണ്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹാബിറ്റ്സ് നിങ്ങളുടെ ബ്രെയിന് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ബ്രെയിന് ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ ബ്രെയിൻ അത് ചെയ്യാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഡോപ്പമീൻ. ഈ ഡോപ്പമീൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കുറെ പേർക്ക് അറിയാവുന്നതാണ്, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഈ ഡോപ്പമീൻ എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്, ഒരു റിവാർഡ് സിസ്റ്റത്തിന് വേണ്ടി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണ്, അതായത് ഒരു അഡിക്ഷൻ തന്നെ വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളുടെ ബ്രെയിൻ കുറേയിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ ആ ആന്റിസിപ്പേഷൻ, ആ ഒരു പ്രതീക്ഷ, ആ ഒരു വെയിറ്റിംഗ്, ആ റിവാർഡിലേക്ക് എത്താനുള്ള വെയിറ്റിംഗ് ആണ് നമ്മളിവിടെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ എങ്ങനെയാണ് സിമ്പിൾ ആക്കിയ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഈ ചെറിയ കുട്ടികൾ, ആസ് ഇൻ ബേബീസ്, ഭയങ്കര ചെറിയ കുട്ടികളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം? അത് ചെയ്താൽ മിഠായി മേടിച്ചരാം, അല്ലെങ്കിൽ ഐസ്ക്രീം മേടിച്ചരാം. അപ്പൊ അവരുടെയൊക്കെ ഈ ഡോപ്പമീൻ എന്ന് പറഞ്ഞാൽ ഈ ഐസ്ക്രീമും മിഠായിയൊക്കെയാണ്. അതിലേക്ക് അവർക്ക് എത്താൻ വേണ്ടി അവരെന്തും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ അവരെ കൊണ്ട് ഈ ഡോപ്പമീൻ നമ്മൾ യൂസ്ഫുൾ ആക്കുന്നത്. നമ്മുടെ കേസിൽ എൻ്റെ ഒരു കാര്യമുണ്ട്, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ചെറുപ്പത്തിൽ പഠിക്കാൻ ഒബ്വിയസ്ലി നല്ല മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഉമ്മയൊക്കെ പറയുന്ന ഇതുണ്ട്, ഇത് പഠിക്കാൻ വേണ്ടി ഉമ്മ പറയും, പഠിച്ചു കഴിഞ്ഞാൽ ടി വി കാണാൻ സമ്മതിക്കാം, ഇത്ര നേരം ടി വി കണ്ടോ. അതും നടന്നില്ലെങ്കിൽ ചട്ടം വെച്ച് അടിക്കും. അപ്പൊ അവിടെ എന്റെ ഡോപ്പമീൻ എന്ന് പറഞ്ഞാൽ ഈ ടി വി കാണണം എന്നുള്ളതാണ്. അതിലേക്ക് എത്താൻ വേണ്ടി പഠിക്കും. ഈ സെയിം മെക്കാനിസം തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യണം. ആസ് എ ഈ ഹാബിറ്റ് നമുക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല, പക്ഷെ യൂസ്ഫുൾ ആണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഹാബിറ്റ്, ദ ഡോപ്പമീൻ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഈ ഇഷ്ടമില്ലാത്ത ഹാബിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യാം. ആ ഒരു ടാർഗറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. നമുക്കുണ്ടാവുന്ന ഈ നല്ല ഹാബിറ്റ്സും ചീത്ത ഹാബിറ്റ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ മാത്രം ചോയ്സ് അല്ല, നമ്മുടെ എൻവയോൺമെന്റ് ആസ് എന്താ, പാരൻസ്, ഫ്രണ്ട്സ്, കസിൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇവരെല്ലാവരുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണ്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ചാപ്റ്റർ 9 പറയാൻ പോകുന്നത്. സോ until then, I'm building something bigger. Stick around. Assalamu alaikum.